സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പ്രസ്താവിച്ചതുപോലെ അതീവ ഗൗരവമായ വർത്തമാനകാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് ഈ സെമിനാറിൽ നാം ചർച്ച ചെയ്യുന്നത്. മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും ഭാവിയെ സംബന്ധിച്ചാണ് നാം ഗൗരവമായി ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണവുമായി കൂടി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സവിശേഷമായ മൂല്യങ്ങളുണ്ട്. മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ. ഇത് നാം കാണേണ്ടത് ഈ കാഴ്ചപ്പാടുകൾ സ്വയംഭൂവായി രാജ്യത്തുയർന്നു വന്ന ഒന്നല്ല. നമ്മുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ആശയങ്ങളാണിത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്ത ഭാഷയും സംസ്കാരവും വെച്ച് പുലർത്തുന്ന ജനതയാണ് ഇത്തരത്തിൽ ഉള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങളിൽ പങ്കുചേർന്നത്. അതിൽ ഒന്നും വ്യത്യസ്തമായില്ല എന്നുള്ളതാണ് കാണേണ്ടത്. എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ പങ്കുചേർന്നു. ആ സവിശേഷതകൾ ഉൾക്കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങൾ നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ കണ്ടു. ബഹുസ്വരതയുടെ ഭാഗമായി വിവിധ സംസ്കാരങ്ങളെയും ഭാഷയെയും ജീവിതത്തെയും അംഗീകരിക്കുന്ന രൂപമാണ് ഫെഡറലിസം എന്നുള്ളത്. ഓരോ ജനതയുടെയും സവിശേഷതക്കനുസരിച്ച് ഭരിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് അതിനുള്ളത്. ഇവിടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അങ്ങനെയുള്ള ജനതയെ യോജിപ്പിച്ചു നിർത്തുന്നതിനുള്ള ഭരണഘടനാപരമായ സംവിധാനം, ആ നിലയിലാണ് ഫെഡറലിസത്തെ കാണുന്നത്. ഫെഡറലിസം ഉന്മൂലനം ചെയ്താൽ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയുമാണ് അത് ബാധിക്കുക. ഇത് ഗൗരവമായി തിരിച്ചറിയേണ്ട ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ഫെഡറലിസത്തിൻ്റെ സംരക്ഷണം എന്നത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇവിടെ ചരിത്രം പരിശോധിച്ചാൽ
ഫെഡറലിസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന ഭാഷാ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് കൊണ്ടുപോയി. ഇതിൻ്റെ ഭാഗമായി ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ സവിശേഷതകൾ മുന്നോട്ട് വെക്കുന്ന പുസ്തകങ്ങളും ആ ഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. വിശാലാന്ധ്ര എന്ന പി സുന്ദരയ്യയുടെ പുസ്തകം, കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന EMSൻ്റെ പുസ്തകം, ഇതെല്ലാം ഈ തരത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്, തുടർച്ച എന്ന നിലയിലാണ് സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ആലപ്പുഴയിൽ നടത്തിയ പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാഗമായി തീരുന്നതിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിച്ച പങ്ക് ആർക്കും തള്ളിക്കളയാവുന്നതല്ല. ഇങ്ങനെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള സമരങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുണ്ട്.